നമസ്കാരം. ക്രിസ്തീയ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം. നിങ്ങളോടൊപ്പം ബ്ലസ്സി എബി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കൗതുക കാഴ്ചയായി കൂറ്റൻ പേടകം. വസ്തുക്കച്ചവടത്തിൽ വൻ ക്രമക്കേട്. ദമ്പതികൾക്ക് ദാരുണാന്ത്യം. കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. ക്ഷേത്ര മണ്ഡപം വീണ് വൻ ദുരന്തം. മരണം 3000-ഓളം. കപ്പൽ യാത്രക്കിടെ അപകടം. യോന പ്രവാചകനെ നിനവയിൽ കണ്ടെത്തി. വാർത്തകൾ വിശദമായി. ജലപ്രളയത്തിന് മുന്നോടിയായി നിർമ്മിക്കപ്പെട്ട കൂറ്റൻ പെട്ടകം കൗതുക കാഴ്ചയായി. 300 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവുമുള്ള പെട്ടകം പലതരത്തിലുള്ള അറകളാലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കൂറ്റൻ പെട്ടകത്തിന്റെ ഒരൊറ്റ വാതിലേ ഉള്ളൂ എന്നതാണ് പ്രധാന സവിശേഷത. പെട്ടകത്തിന്റെ പ്രധാന ശില്പിയായ നോഹ യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാടിൻ പ്രകാരമാണ് താൻ ഈ പെട്ടകം നിർമ്മിച്ചതെന്ന് ഞങ്ങളുടെ ലേഖകനോട് വെളിപ്പെടുത്തി. ഭൂമിയിൽ മഹാപ്രളയം ഉണ്ടാകുമെന്നും അതിൽ നിന്നും രക്ഷ നേടാനാണ് ഈ പെട്ടകമെന്നും നോഹ വ്യക്തമാക്കി. പെട്ടകം കാണുവാനും നിരീക്ഷിക്കുവാനും അനേകം സന്ദർശകർ എത്തുന്നുണ്ടെങ്കിലും ഉള്ളിൽ പ്രവേശിക്കുവാൻ തയ്യാറാകുന്നില്ല എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. ദൈവകൽപ്പന പ്രകാരം ഉള്ളിൽ കയറുന്നവൻ മാത്രമേ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ എന്ന് നോഹ വ്യക്തമാക്കി. വസ്തുക്കച്ചവടത്തിലെ ക്രമക്കേട് കാരണം ദമ്പതികൾക്ക് ദാരുണാന്ത്യം. സ്ഥലക്കച്ചവടം നടത്തി പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചതിനാലാണ് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രതിനിധി തത്സമയം സംഭവസ്ഥലത്തു നിന്നും ചേരുന്നു. ഹലോ മിസ്റ്റർ എബിൻ, എന്താണ് അവിടെ സംഭവിച്ചത്? ഒരു കുടുംബത്തിലെ 2 മരണം എങ്ങനെയാണ് ബന്ധുക്കൾ നോക്കിക്കാണുന്നത്? സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ്? കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഒന്ന് വ്യക്തമാക്കാമോ? ബ്ലസ്സി, നമസ്കാരം. ഞാനിപ്പോൾ അനന്യ സഫീറ ദമ്പതികളുടെ വീട്ടിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ബന്ധുക്കളും സമീപവാസികളും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന വളരെ വേദനയോടെ ദുഃഖത്തോടെയാണ് ആയിരിക്കുന്നത്. തങ്ങളുടെ നിലം വിറ്റ തുകയിൽ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചതിലാണ് ഈ ദാരുണമായ വിധിക്ക് കീഴടങ്ങേണ്ടി വന്നത്. അനന്യാസിന്റെ ശവസംസ്കാരം കഴിഞ്ഞ മിനിറ്റുകൾക്കകം ഭാര്യ സഫീറയും മരണത്തിന് കീഴടങ്ങിയായിരുന്നു. സംസ്കാര ശുശ്രൂഷകൾ ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. താങ്ക് യു മിസ്റ്റർ എബിൻ. കുപ്രസിദ്ധ മോഷ്ടാവ് കസ്റ്റഡിയിൽ. വളരെ സവിശേഷതകൾ ഉള്ള ബാബിലോണിയ മേലങ്കിയും 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള പൊൻകട്ടിയുമാണ് ആഖാൻ എന്ന കുപ്രസിദ്ധ മോഷ്ടാവ് തന്റെ വീടിന്റെ നടുവിൽ കുഴിച്ചിട്ടിരുന്നത്. യോശുവയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും തന്റെ വീടിന്റെ ഉള്ളിൽ നിന്ന് മോഷണ വസ്തുക്കൾ കണ്ടെത്തുകയും ചെയ്തു. പ്രതി ഇപ്പോൾ റിമാൻഡിലാണ്. ഉടൻ തന്നെ ശിക്ഷ നടപ്പാക്കുമെന്നും റിപ്പോർട്ട്. ഒരു ഇടവേളയിലേക്ക്. ഹായ്, എത്ര നാളായിട്ട് ആഗ്രഹിക്കുക അല്ലേ ഒരു വീട് പണിയണമെന്നുള്ളത്? അഴിഞ്ഞു പോകാത്ത നിത്യമായ ഭവനം സ്വന്തമാക്കണോ? ഇതാ ഒരു സുവർണാവസരം. എത്രയും വേഗം ഞങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക. ജോൺ അപ്പാർട്ട്മെന്റ്സ്, സ്ട്രീറ്റ് നമ്പർ 14, 2nd ഫ്ലോർ. വാർത്തകളിലേക്ക് വീണ്ടും സ്വാഗതം. ഫിലിസ്തീനായ ദാഗോന്റെ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിലുണ്ടായ ദുരന്തത്തിൽ മരണം 3000-ഓളമായി. പ്രസിദ്ധമായ ഈ ഉത്സവത്തിൽ പല ദേശക്കാരും പങ്കെടുക്കുന്നതാണെന്ന് റിപ്പോർട്ട്. മരണപ്പെട്ടവരുടെ വിവരങ്ങൾ കൃത്യമായും ശേഖരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇസ്രായേലിയനായ ഷിംഷോനാണ് ഈ വൻ ദുരന്തത്തിന് പിന്നിലെന്ന് കണ്ടെത്തി. ദുരന്തത്തെക്കുറിച്ച് പോലീസ് ഭാഷ്യം ഇങ്ങനെ: പലതവണ ഷിംഷോനെ ഒടുക്കിക്കളയുവാൻ ഫിലിസ്തീർ ശ്രമിച്ചുവെങ്കിലും അതൊക്കെ വിഫലമായി. എന്നാൽ കുറച്ചുനാൾ മുൻപ് ഷിംഷോൻ ഫിലിസ്തീരുടെ കയ്യിൽ അകപ്പെടുകയും ഷിംഷോനെ അവർ ബന്ധിക്കുകയും തൻ്റെ കണ്ണുകളെ കുത്തിപ്പൊട്ടിക്കുകയും ചെയ്തു. അങ്ങനെ ബന്ദിയായി കഴിഞ്ഞിരുന്ന സമയത്ത് താൻ അനുഭവിച്ച കളിയാക്കലുകളും പീഡനങ്ങളും കാരണമാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് വഴിയൊരുക്കിയത്. വളരെ ശക്തനും ധൈര്യശാലിയുമായ ഷിംഷോൻ ഫിലിസ്തീരുടെ കയ്യിൽ ബന്ധിക്കപ്പെട്ട് പരിഹാസിതനായി. ഉത്സവത്തിന്റെ ദിവസത്തിൽ എല്ലാവരും കൂടിയിരുന്ന മാളികയുടെ നടുവിൽ ചങ്ങലകളാൽ ബന്ധിച്ച് ഷിംഷോനെ കൊണ്ടുവരികയും വളരെയധികം മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുകയും ചെയ്തപ്പോൾ ഷിംഷോൻ സേവിച്ചിരുന്ന സർവശക്തനായ ദൈവത്തോട് തനിക്ക് ഒരിക്കൽ കൂടി തൻ്റെ പഴയ ശക്തി വേണമെന്ന് ആവശ്യപ്പെടുകയും തൻ്റെ 2 കണ്ണിനും പകരം ചോദിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഉടനെ അവനിൽ ശക്തി വരികയും വലിയ 2 തൂണുകളെ ഒന്നോടൊന്ന് ചാരുകയും മാളിക തകർന്ന് അവിടെ ഉണ്ടായിരുന്നവരുടെ മേൽ വീഴുകയും ആയിരുന്നു. താനും ഈ ജനത്തോടൊപ്പം മരണത്തിന് കീഴടങ്ങി. ഷിംഷോൻ ജീവിച്ചിരുന്നപ്പോൾ കൊന്നവരെക്കാൾ അധികമാണ് തൻ്റെ മരണസമയത്ത് കൊന്നവരുടെ എണ്ണം. കപ്പൽ യാത്രക്കിടെ അപകടത്തിൽപ്പെട്ട യോന എന്ന പ്രവാചകനെ നിനവെ പട്ടണത്തിനരികിൽ കണ്ടെത്തി. 3 ദിവസമായ ശക്തമായ തിരച്ചിലിനൊടുവിലാണ് യോനയെ കണ്ടെത്തിയത്. അപകടത്തിൽ പരിക്കുകളൊന്നും ഇല്ല എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. സംഭവത്തെക്കുറിച്ച് യോനയുടെ വിശദീകരണം തേടി നിനവയിലെത്തിയ ഞങ്ങളുടെ പ്രതിനിധി യോനയെ നേരിൽ കാണുകയും സംസാരിക്കുകയും ചെയ്തു. ഇപ്പോൾ യോന നമുക്കൊപ്പം ലൈവ് കോളിൽ ചേരുന്നുണ്ട്. മിസ്റ്റർ യോന, നമസ്കാരം.
ഞങ്ങൾ അറിയുന്നത് പോലെ താങ്കൾ അത്ഭുതകരമായാണോ രക്ഷപ്പെട്ടത്? 3 ദിവസം കടലിൻ്റെ ആഴങ്ങളിൽ എങ്ങനെയാണ് കഴിച്ചുകൂട്ടിയത്? മത്സ്യങ്ങളുടെയോ മറ്റെന്തിൻ്റെ ജീവികളുടെയോ ആക്രമണം ഉണ്ടായോ? ഒന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വ്യക്തമാക്കാമോ? ഓ, എന്നാ പറയാൻ എൻ്റെ കൊച്ചേ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. യഹോവയുടെ അരുളപ്പാടുകൾ കൃത്യമായി അറിയിക്കുന്ന ഒരു പ്രവാചകനാണ് ഞാൻ. അങ്ങനെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി. നിനവെ എന്ന മഹാനഗരത്തോട് യഹോവ വരുത്തുവാനിരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് അവരോട് അറിയിക്കുവാൻ. ഞാൻ കപ്പൽ കയറി വന്നപ്പോൾ അവർ തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടിട്ട് ഞാൻ അതിൽ കയറി യാത്ര പുറപ്പെട്ടു. എന്നാൽ സർവശക്തനായ ദൈവം എന്നെ നിനവിലേക്ക് തന്നെ കൊണ്ടുവന്നു. എല്ലാവരെയും കണ്ണുവെട്ടിച്ച് സുഖമായി ഉറങ്ങിക്കിടന്ന എന്നെ നിനവയിൽ എത്തിക്കുവാൻ ദൈവം ഒരു പെരുങ്കാറ്റടുപ്പിച്ച് കടലിളക്കി കളഞ്ഞു. ഒടുവിൽ അവർ എന്നെ കടലിലേക്ക് എറിഞ്ഞു. അവിടെ എല്ലാം കഴിഞ്ഞൊന്ന് മനസ്സിൽ ഉറപ്പിച്ചപ്പോൾ പെട്ടെന്ന് ഒരു വലിയൊരു മത്സ്യം എന്നെ വിഴുങ്ങിക്കളഞ്ഞു. 3 രാത്രിയും പകലും അതിൻ്റെ ഉള്ളിൽ. ഹോ, എനിക്ക് ആലോചിക്കാൻ വയ്യ. ഞാൻ ശരിക്കും സർവശക്തനായ ദൈവത്തോട് ക്ഷമാപണം നടത്തുകയും നിലവിളിക്കുകയും ചെയ്തു. ദൈവം എൻ്റെ നിലവിളി കേട്ടു. മത്സ്യം എന്നെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. പ്രാണൻ തിരികെ കിട്ടിയതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇനി ഞാൻ അധികം സമയം നിൽക്കുന്നില്ല. എനിക്ക് എത്രയും വേഗം നിനവെ പട്ടണത്തിന് ഉള്ളിലെത്തണം. എൻ്റെ യാത്ര തുടരുകയാണേ. താങ്ക് യു മിസ്റ്റർ യോന. തങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ഒരു ഷോർട്ട് ബ്രേക്കിലേക്ക്. ഹലോ, എത്ര ശ്രമിച്ചിട്ടും ആത്മീകമായി വളരുവാൻ സാധിക്കുന്നില്ലേ? എങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങൂ. ശുദ്ധമായ പാൽ, മായമില്ല. ഉപയോഗിച്ചാൽ വളർച്ച ഉറപ്പാണ്. ഉടനെ സന്ദർശിക്കൂ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. പത്രോസ് സ്റ്റോർ, സ്ട്രീറ്റ് നമ്പർ 1, ബിൽഡിംഗ് നമ്പർ 2, റൂം നമ്പർ 2. തിരഞ്ഞെടുപ്പ് വാർത്തയിലേക്ക്. യെരുശലേമിൽ നടന്ന തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നിരിക്കുന്നു. യോസെഫ്, മത്തിയാസ് എന്നിവരാണ് പ്രതിനിധികളായി മത്സരിച്ചത്. അതിൽ മത്തിയാസിന് വൻ വിജയം. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായ യൂദ ഒഴിഞ്ഞുപോയ സ്ഥാനത്തേക്കാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. അപ്പോസ്തലത്വത്തിൻ്റെ ശുശ്രൂഷയിലേക്കാണ് മത്തിയാസിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോസ്തലിക ശുശ്രൂഷയുടെ എല്ലാ ചട്ടങ്ങളും പ്രമാണിച്ച് സുവിശേഷ പ്രഘോഷണത്തിൽ അവസാനത്തോളം പ്രയത്നിക്കുമെന്ന് മത്തിയാസ് സത്യപ്രസ്താവന ചടങ്ങിനിടെ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇനി അല്പം കായികമായാലോ? പോകാം നമുക്ക് കായിക വാർത്തകളിലേക്ക്. യാബോക്കിന്റെ തീരത്തിൽ നടന്ന മൽപ്പിടുത്തത്തിൽ യാക്കോബിന് വൻ വിജയം. ദൂതനുമായിട്ടായിരുന്നു മത്സരം. മനുഷ്യരോടും ദൈവത്തോടും മല്ലുപിടിച്ച് ജയിച്ചതിനാൽ ഇസ്രായേൽ എന്ന ബഹുമതിക്കും യോഗ്യനായി തീർന്നു. ഏലിയ പ്രവാചകനും ആഹാബ് രാജാവും തമ്മിൽ നടന്ന ഓട്ടമത്സരത്തിൽ ഏലിയാവിന് മിന്നും വിജയം. ആഹാബ് തൻ്റെ രഥം ഉപയോഗിച്ച് മത്സരിച്ചിട്ടും ഏലിയാവിൻ്റെ കാലുകളെ തളർത്തുവാനോ പിന്നിലാക്കുവാനോ കഴിഞ്ഞിട്ടില്ല. കാലാവസ്ഥ: സ്നേഹം 100 ഡിഗ്രി സെൽഷ്യസ്, സമാധാനം 99.9 ഡിഗ്രി സെൽഷ്യസ്, വിശ്വസ്തത 99 ഡിഗ്രി സെൽഷ്യസ്, സന്തോഷം 100 ഡിഗ്രി സെൽഷ്യസ്, പക 0 ഡിഗ്രി സെൽഷ്യസ്, പിണക്കം 0 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കൗതുക കാഴ്ചയായി കൂറ്റൻ പേടകം. വസ്തുക്കച്ചവടത്തിൽ വൻ ക്രമക്കേട്. ദമ്പതികൾക്ക് ദാരുണാന്ത്യം. കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. ക്ഷേത്രമണ്ഡപം വീണ് വൻ ദുരന്തം. മരണം 3000-ഓളമായി. കപ്പൽ യാത്രക്കിടെ അപകടം. യോന പ്രവാചകനെ നിനവയിൽ കണ്ടെത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കണ്ടുമുട്ടും വരെ ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ.